അപ്പോൾ ഈ പല സീരിയലുകളൊക്കെ ഇന്ന് കാണുമ്പോൾ അതൊരു എൻഡോസൾഫാനേക്കാൾ സമൂഹത്തിന് മാരകമാണെന്ന് തോന്നി. അതുകൊണ്ട് മര്യാദയായിട്ട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് കൊള്ളാം. സീരിയൽ കാണുന്ന പാർട്ടി ഇതായിരിക്കണം. അടുക്കള നിൽക്കുമ്പോഴും ബെഡ്റൂമിൽ നിൽക്കുമ്പോഴെല്ലാം ഈ പട്ടുസാരിയാണ്. വീട്ടമ്മമാർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പുരുഷന്മാർക്ക് പൊതുവെ ഒരു അനിഷ്ടം തോന്നുന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എൻഡോസൾഫാനേക്കാളും മാരമായ രോഗമാണ് ഈ സീരിയല്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാൻ കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ മക്കള് സിനിമ കണ്ടാലും കുറച്ച് സമയം സീരിയലിട്ട് താന്ന് മക്കൾ പറയാറുണ്ട്. എല്ലാ സീരിയലും അങ്ങനെ വിഷമാണെന്നൊന്നും പറയാനില്ല. 5 പേര് നല്ലവരാകുമ്പോൾ ഒരു ക്രിമിനൽ കാണും. സീരിയലിനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമൊന്നും എനിക്കില്ല. ആൾക്കാർ പലതും പറയും, അതിലൊന്നും നമ്മൾ അതിൽ ഉൾക്കൊള്ളൂല. നമ്മൾ ആ സീരിയൽ കാണണമെന്ന് വെച്ചാൽ കണ്ടിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല. നമസ്തേ. ഈ സീരിയലുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? സീരിയൽ കാണുന്ന പാർട്ടി ഇതായിരിക്കണം. അവരോട് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തരും. എല്ലാ സീരിയലും കാണാറുണ്ട്, മുടങ്ങാതെ കാണും. നല്ല സീരിയലാണ്, നല്ല അഭിപ്രായമാണ്. നമ്മൾ വിശ്രമിക്കാനുള്ള സമയത്ത് ഇത് കാണുമ്പോൾ അതൊരു നമുക്കൊരു ഇതാവും, അത്രേ ഉള്ളൂ. ആ ഒരു മനസ്സിന് ഒരു റിലാക്സായി. അടുക്കള നിൽക്കുമ്പോഴും ബെഡ്റൂമിൽ നിൽക്കുമ്പോഴെല്ലാം ഈ പട്ടുസാരിയാണ്. പട്ടുസാരിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. സാധാരണ പെണ്ണുങ്ങൾ പട്ടുസാരിയിലൊന്നും അല്ല ചെയ്യണത്. ബെഡ്റൂമിൽ ഉറങ്ങുന്നതും ഇതെല്ലാം പട്ടുസാരിയും ഉരുപ്പടിയൊക്കെ ഇട്ടുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുടുംബ പ്രേക്ഷകരെ നോക്കിയിട്ടാണ് സീരിയലുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവൽ വലിയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സമൂഹത്തിൽ കാണുന്ന എല്ലാ ആനുകാലിക വിഷയങ്ങൾ അങ്ങനെയൊന്നും അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യങ്ങളൊന്നും വരാറില്ല. അവർ കൂടുതലും പച്ചയായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ വീട്ടമ്മമാർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പുരുഷന്മാർക്ക് പൊതുവെ ഒരു അനിഷ്ടം തോന്നുന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. തമ്മിൽ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. കാണുന്ന ആൾക്കാരുടെ രീതി വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാൽ തന്നെയും 2 വശങ്ങളുണ്ടാവും. നല്ല സിനിമ കാണുന്നെങ്കിൽ അതിൻ്റെ നല്ലതെടുക്കുക, മോശമാണെങ്കിൽ കളയുക. സീരിയലിൽ അതുപോലെ തന്നെ അതിൻ്റെ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. അത് ഒന്നും നമ്മൾ അമിതമായിട്ട് സീരിയൽ നമ്മൾ കാണുക, അല്ലാതെ അതിന് നമ്മളിലോട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സീരിയൽ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതമുണ്ട്, മനസ്സിലായി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അവർ ജീവിക്കുകയാണ്, അവർ മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്തല്ല ജീവിക്കുന്നത്, മര്യാദയ്ക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനങ്ങനെ പറയാനില്ല. പിന്നെ ഈ കാണുന്ന ആൾക്കാരെ അനുസരിച്ചിരിക്കും. അതിന് നല്ലതുണ്ടെങ്കിൽ എടുക്കുക. നമ്മളെ ഡയറക്റ്റായിട്ട് ദോഷമായിട്ട് ബാധിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ബോധറിയാൻ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ പോകും. വീട്ടിൽ പോണ സമയത്ത് നമുക്കൊരു സന്തോഷത്തിന് സീരിയൽ കാണും. അത് കണ്ടിട്ട് നമ്മൾ ചെന്ന് നടന്നുറങ്ങും. അപ്പോൾ ആൾക്കാർ പലതും പറയും, അതിലൊന്നും നമ്മൾ അതിൽ ഉൾക്കൊള്ളൂല. നമ്മൾ ആ സീരിയൽ കാണണമെന്ന് വെച്ചാൽ കണ്ടിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല. സീരിയലിനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ സീരിയൽ കാണാറില്ല, പക്ഷേ എൻ്റെ ഭാര്യ കാണും. അവർക്ക് സമയം പോകാൻ വേണ്ടി വേറെ ഒന്നുമില്ല. സീരിയലിനോട് അത്ര ഇതില്ല. പക്ഷേ എൻഡോസൾഫാനാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള അത് പറഞ്ഞവർക്കുള്ള അഭിപ്രായമാണ്. അഡിക്റ്റ് ആയവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്കില്ല. വേറെ മോശമായ അഭിപ്രായമൊന്നുമില്ല. എല്ലാം കാണാറില്ല, ചിലതൊക്കെ കാണും. എൻഡോസൾഫാനേക്കാളും മാരമായ രോഗമാണ് ഈ സീരിയല്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ അമ്മൂമ്മമാരെ വിളക്ക് കത്തിക്കുമ്പോൾ പിള്ളേർക്ക് സന്ധ്യാനാമം പറഞ്ഞു കൊടുക്കാനും നമുക്ക് അഭിപ്രായ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും, സന്ധ്യയ്ക്ക് ദീപം കൊളുത്തും അമ്മുമ്മ, പിന്നെ കഥകൾ പറഞ്ഞു തരും അമ്മുമ്മ, അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തന്നിട്ട്. ഇപ്പം അങ്ങനെയല്ല. അമ്മൂമ്മമാരാദ്യം സീരിയലിൽ പോയിരിക്കും. പിള്ളേരെ പഠിക്കാൻ പോലെ സമ്മതിക്കാതെ എത്രയോ വീട്ടിലെ പ്രശ്നങ്ങൾ നടക്കണം. അത് പ്രേമം, ഒളിച്ചോട്ടം, 40 പേരുടെ പോണത്, ഇതൊക്കെയാണ് അവർക്കറിയാൻ കാര്യം. ഈ പണ്ടുള്ള ആളുകൾ പറയുമ്പോൾ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാൻ കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ സീരിയലിൽ കണ്ട് വീട്ടിലിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ഭാര്യമാരിത് കാണുന്നു, ഭർത്താവ് പുറത്തു പോകുന്നു, ഭർത്താവിനെ പറ്റി അപകടമായ രീതിയിലുള്ള പ്രവർത്തനം കാര്യങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ വളരെ മ്ലേച്ഛമാണ്. ഇതൊന്നും ശരിയായ പ്രവണതയല്ല. എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അറിയില്ല. കാരണം വെച്ചാൽ സീരിയൽ മാത്രം കണ്ടുകൊണ്ട് ഇന്ന് കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമയെക്കാളും കൂടുതൽ സീരിയലാണ്. തെറ്റായ വഴിയിലേക്ക് ചിന്തിക്കേണ്ട ഒരു പ്രവണതയാണ് നൽകൊണ്ടിരുന്നത്. ഇത് ശരിയായ പ്രവണതയല്ല മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാണും. ഏതൊക്കെ സീരിയൽ കാണും? പത്തരമാറ്റും മൗനരാഗവും. പത്തരമാറ്റും 8:30. പിന്നെ മറ്റത് മൗനരാഗം 9 മണിക്ക്. അമ്മമാർക്ക് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പുറത്തു പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് സമയം മനസ്സിനൊരു ഇത് കിട്ടും. അവർ ഈ സീരിയൽ പണ്ട് മുതലേ കണ്ടു വന്നുകൊണ്ട് അവർക്ക് ഇപ്പോഴും സീരിയലിനോട് തന്നെ താല്പര്യം. മക്കൾ സിനിമ കണ്ടാലും കുറച്ച് സമയം സീരിയലിട്ട് താന്ന് മക്കൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും അമ്മമാർക്കൊക്കെ അത് കാണാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ സമയം കിട്ടാറില്ല, പിന്നെ കിട്ടുന്ന സമയങ്ങളിൽ കാണാറുണ്ട്.
സീരിയൽ കാണാറുണ്ട്, എല്ലാ സീരിയലും കാണാറില്ല. എല്ലാ സീരിയലും അങ്ങനെ വിഷമാണെന്നൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ വീട്ടിലെ മുതിർന്നവർ കാണും, കൊച്ചുകുട്ടികൾ കാണും, പലതരത്തിലുള്ള സീരിയൽ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ സീരിയലും ഇതാണെന്ന് ഞാൻ പറയില്ല. ഞാനേ വിജയാണ്, എൻ്റെ സ്വഭാവം പലതും ഉണ്ട്. അതുകൊണ്ട് മര്യാദയായിട്ട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് കൊള്ളാം. എല്ലാം കാണിച്ച് കാര്യം എൻ്റെ സൈഡേക്ക് വേണ്ടി വേണം ആരിവിടെ സീരിയലിൽ കാണിച്ച് ഇതെല്ലാം രംഗമോ. ഏഷ്യാനെറ്റേ കാണുള്ളൂ സാറേ ഞാൻ. ഏഷ്യാനെറ്റ് മാത്രം തന്നെ, അതിൽ 2-3 സീരിയൽ കാണും ഞാൻ. അത് പോട്ട് കൊടുവിഷമല്ല, അത് കുടുംബാദയം ഉണ്ട്, എല്ലാം ഉണ്ട് സാറേ. ജീവിതത്തിലുള്ള എല്ലാം ഉണ്ട് അതിൽ. അത് എനിക്കറിഞ്ഞൂടാ സാറേ. പക്ഷേ ചിലതൊക്കെ കുടുംബകഥയാണ്, ചിലതൊക്കെ കുടുംബകഥ, ചിലതൊക്കെ തെറ്റായ രീതിക്കുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട് അതെല്ലാം അതിലുണ്ട്. ഇതൊക്കെ വിറ്റ് പിന്നെ എപ്പോഴാണ് ഇതിനൊക്കെ ഞാൻ 1 മണിയോടെ ഇവിടെ സ്ഥലം കാണും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സീരിയൽ കാണും. പിന്നെ ഈ സീരിയലിലൊക്കെ കൊടും വിഷമാണെന്നാണ് ഒരുത്തൻ പറഞ്ഞേക്കുന്നത്. അതെനിക്കറിഞ്ഞൂടാ. കുടുംബകഥയാണ്. അത് എന്നും മിങ്കച്ചോടും അതിൽ ചെയ്താൽ പറയും കാണണം നമ്മൾ. എന്തൊക്കെ പറഞ്ഞാലും വൈകിട്ടായി കഴിഞ്ഞാൽ സീരിയൽ കണ്ടിരിക്കും. ഒരു മാറ്റവും ഇനി ഏവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിഷമല്ല, ഇനി അമൃതുണ്ടെന്ന് പറഞ്ഞാലും സീരിയൽ കാണും. ഈ പറയണവും പറഞ്ഞോണ്ട് പോട്ടെ, നമുക്കെന്ത് സീരിയൽ കാണും. കുടുംബകഥയാണ്, കാണണം. നീ കച്ചറ മാത്രം ചെയ്താൽ പോരാ, അതും കാണണം. സീരിയൽ കാണാൻ കൊതിയുണ്ട്, എനിക്ക് സമയമില്ല. എന്നെ സംബന്ധിച്ച് ഇതുവരെയും സൊസൈറ്റി എംപവർ ചെയ്യിക്കുന്ന തരത്തിലേക്ക് ഇതുവരെ മലയാളം സീരിയൽ വളർന്നിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് കാണുന്നുണ്ട്. അമ്മൂമ്മയായാലും അമ്മയായാലും സ്ഥിരം 6 മണി തൊട്ട് ഒരു 9:30-10:30 വരെ സീരിയൽ കാണുന്ന ആൾക്കാരാണ്. അവരങ്ങനെ നല്ല രീതിയിലാണ് വിലയിരുത്തുന്നത്. അവർക്കൊരു ദിവസം കണ്ടില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്ക്.